ഒന്നുമില്ലല്ലോ. കുഴപ്പമില്ല, മനസ്സിലായില്ല. ഒരു കുഴപ്പമില്ല. ആ പറഞ്ഞു. ഒരു ട്രഷറിന്റെ ട്രഷർ ഹണ്ട് നടത്താനോ നമ്മൾ? ട്രഷർ ഹണ്ട് പോവാനാ? അത് ആരുണ്ട് ട്രഷർ ഹണ്ടിന്? നിങ്ങൾ ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ തപ്പി നടക്കുമായിരുന്നു ട്രഷറിന്. പിന്നെന്താ വരാലോ. നിങ്ങൾ പ്രൈസ് മണി എത്ര വെക്കുന്നത് അതിന്റെ ഡബിൾ തരും. പ്രൈസ് മണി നിങ്ങൾ എത്ര, നമുക്കൊരു ബെറ്റ് പോലെ നിങ്ങൾ എത്ര വെക്കുന്നത് ട്രഷർ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ നമ്മള് അങ്ങോട്ട് പൈസ തരണോ? നിങ്ങൾ നിങ്ങളൊരു ഇപ്പൊ തരണ്ട, തോറ്റ് കഴിഞ്ഞാൽ തരണം. 30 കോടി താഴെ ഞാൻ പോരാ. നീ അവിടെ ഇല്ലേ? നീ അവിടെ ഇല്ലേ? പോരാ. 30 കോടി ഓക്കെയാണ്. 30 കോടി ഓക്കെ. ട്രക്കിയുടെ ഉണ്ടല്ലോ 30 കോടി. ഞാൻ പക്ഷേ തോപ്പിക്കാനേ നോക്കത്തോളെ. ബ്ലാക്ക് ആണ്. വണ്ടിയേട്ടല്ല, ഒരു ഇത് വരാന്ന്. എടാ എന്തിനാ റെസ്റ്റോറന്റ് 30 കോടി 60 കോടി വരും. ലോബി ചോറാ. അല്ല 50 കോടി 5 പേരുണ്ട്. 50 കോടി. ഓക്കെ. അപ്പൊ ജയിച്ച 100 കോടി. ജയിച്ച 100 കോടി. ഒരാൾക്ക് 20 കോടി വെച്ചാ സെറ്റ്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ക്ലൂ നമുക്ക് LOP ചെയ്തു. 8 കഴിയുമ്പോ ഞങ്ങൾ അനോണിമസ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സരക്ക് ഡാനി. അപ്പൊ സരക്ക് ഡാനി ക്ലൂ എങ്ങനെ കിട്ടും നമുക്ക്? സംസാരിച്ചിട്ട് ഒരു സെക്കൻഡ് ബോസ് സംസാരിച്ചിട്ട്. ഹലോ, വെറുതെ വന്നപ്പോ പൈസ കിട്ടാൻ ഒരു വഴികൾ വരുന്നത് ഇപ്പോഴേ. ഇവിടെ കംപ്ലീറ്റ് ചെയ്താലേ കിട്ടൂ, അല്ലെങ്കിൽ പൈസ പോകും, അല്ലെങ്കിൽ നീ കൊടുക്കും. അതെ, മാക്സിമം മറ്റി 20 കോടി പറയാൻ പറഞ്ഞു. അത് 25 കോടി. ഒരാളാണ്, ഒരാൾക്ക് 5 കോടി 25 കോടി 50 കോടി തിരിച്ചു സെറ്റ്. 10 കോടി ഒരാൾക്ക് വെച്ച് കിട്ടും ജയിച്ച സെറ്റ്. അപ്പൊ നമ്മളെ ഇത് ഫസ്റ്റ് ക്ലൂ തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് തരണം. അത് വിശ്വാസമില്ലേ ബ്രോ? ഇതായിരിക്കണം, ന്യായമുള്ള കളിയായിരിക്കണം. കള്ളത്തരം കാണിച്ച് പൈസ കള്ളത്തരം കാണിക്കുന്നത് നമ്മള് മനഃപൂർവ്വം ഒന്നും പറയല്ലേ. നല്ല സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പം ഒരിക്കലും അങ്ങനെ കള്ളത്തിലൊന്നും കാണിക്കുന്നത് നമ്മള് ഫസ്റ്റ്, അതായത് ഞാൻ നമ്മളെ ഫസ്റ്റ് ക്ലൂ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ അനോണിമസ് ചാറ്റിൽ സരക്കടേനി ലുക്ക് മറ്റേ പേരെന്താണ് ബ്രോയുടെ? പേരെന്താണ്? എന്റെ പേര് മുത്തുപ്പാണ്ടി. ഒരു കാര്യം ചെയ്യും ബ്രോ, ഒരു കാര്യം ചെയ്യും, യെല്ലോ പേജിൽ അങ്ങനെ ഇടാണ്ട് വേറെ എന്തെങ്കിലും കോഡ് ഭാഷയിൽ ഇട്ടാൽ സരക്കഡാനി ചുമ്മാ സരക്കഡാനി അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അനോണിമസ്. ഓക്കെ ബോസ്. അല്ല ഇനിയിപ്പോ എന്തിനാ അനോണിമസിൽ ബ്രോയുടെ പേരറിയാലോ. എന്റെ നമ്പർ എന്നാ പോരെ, എന്നെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യും. പ്രശ്നം തീർന്നിട്ട് എന്നാ നമ്പർ പറഞ്ഞോ. ആള് മറ്റെന്തിനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെ വർമ്മണ്ണനെ കുഴിച്ചുകൂടി കാണാം കേട്ടോ. ഗ്രില്ല് പേര് നമ്പർ എന്ന് പറയാ. നമ്പർ 240. ബോസ് വർമ്മണ്ണ തോയലടാ, വർമ്മണ്ണനെ കൊണ്ടുപോയലടാ. എന്നാ പിന്നെ ഒരു 50 കോടി വെറുതെ കിട്ടുന്ന കളയണോ? വെറുതെ കിട്ടുന്നത് കളയണ്ട. സ്നൈപ്പിനെ കൊണ്ടുപോട്ടോ. സ്നൈപ്പിനെ ബാക്കിൽ നിറഞ്ഞു. സ്നൈപ്പേടാ കുറുനരി കേറ്. ട്രങ്കിലാകുമ്പോ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, അവിടെ ഇരിക്കും. ഇതെന്തോ AFK പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ട്രങ്കിൽ കയറി ഇരിക്കുന്നത് അടുത്ത വേറെന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്പറൊക്കെ അടിച്ചിട്ടുണ്ടോ? അല്ലോ വരുമോ എന്തോ. വർമ്മണ്ണൻ പണ്ണും കിട്ടാൻ മാറ്റിക്കാൻ പോയില്ലെങ്കിൽ വർമ്മ സേഫ് ആണോ ചാറ്റിലിട്ട് ചോദിച്ചാലേ. വർമ്മ എവിടെയാണ്? എനിക്ക് എവിടെ അറിയണ്ടേ. വർമ്മയുടെ തോട്ടില്ല, എന്നിട്ട് ഇടയിൽ വന്നോളൂ. ഇതൊക്കെ ആയത് ഫിനിക്സ് ആയടാ. എല്ലാവർക്കും ആയി അണ്ണാ. എന്നാ ഉണ്ട് വിശേഷം? ഓൾ ഗുഡ്റാ.
ഷർട്ട് അടി, എല്ലാരും ഷർട്ട് അടി. അണ്ണ ഷർട്ട് ഇടണം. വെറ്റി വണ്ടി സ്റ്റോപ്പ്. ഷർട്ട് ഒന്ന് അടിക്കടാ. അത് വർക്കാവോ ഇവിടെ? ആ വർക്കാം. ഹലോ ഹലോ ബ്രോ, ട്രഷർ ഉണ്ട്. പറഞ്ഞോ. പിന്നെ നമ്മുടെ ബോസ് പറയാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ലൂവിൽ സ്റ്റക്ക് ആയാൽ നിങ്ങൾക്ക് വേണേൽ നമ്മളെ വിളിച്ചിട്ട് ഒരു ടിപ്പ് ചോദിക്കും. അതെങ്ങനെ വിളിക്കണം? പക്ഷെ അത് നിങ്ങൾ മറ്റേ അനോണിമസി ഇട്ടാൽ മതി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. ടിപ്പ് അനോണിമസി ടിപ്പ് എന്ന് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾ ടിപ്പ് തരുന്നതിന് 10 ലക്ഷം ഡിഡക്റ്റ് ആവുക. ഓക്കെ. ഫസ്റ്റ് ക്ലൂ നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളിൽ തന്നെ ഉണ്ട്. ഈ ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി തന്നെ ഉണ്ട്. എന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് ക്ലൂ എന്നിൽ തന്നെ ഉണ്ടെന്നറാ. അവന്റെ പേരെന്തര്? അവന്റെ പേരെന്തരെന്നാ? ഫസ്റ്റ് ക്ലൂ എന്നിൽ തന്നെ ഉണ്ടോ? അവന്റെ പേരെന്തരെന്നാ? എന്റെ പേരിലെന്നല്ല, എന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോ എന്റെ ഇൻവെന്ററി ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ആയിരിക്കും ഇനി. അതിന് ഇതിനകത്ത് അങ്ങനെ എന്നെ ഇതൊന്നും ഇല്ലല്ലോ. ഹലോ, അകത്തോ പുറത്തോ ആവാതെ. ഓക്കെ ശരി. അത് തന്നെ കേട്ടാണ്. അകത്തോ പുറത്തോ ആവാന്ന് പറഞ്ഞു കേട്ടാ മതി. അത് തന്നെ ഇപ്പൊ വിഷയം തന്നെ കേട്ടോ. അഡ്മിന്റെ ലൈവ് വർമ്മനും പിള്ളേരും എവിടെടാ? അതൊന്ന് ചോദിച്ചോ. അർമ്മനോടാ പ്രതിമയാക്കി നിർത്തി. ഇവിടെ ഇല്ലടാ. ഡ്രസ് ഒന്ന് മാറ്റി. ഓക്കെ എന്നാ ഞാനൊന്ന് മാറ്റിക്കാം. ഇവിടെ ആരെയും കാണാനില്ലല്ലോ അണ്ണാ. വർമ്മനുമില്ല, ആരും ഇല്ലട്ടോ അണ്ണാ. ഹലോ, അയ്യോ, വർമ്മണ്ണനെ തപ്പി വന്നേടാ നമ്മളും. നിങ്ങള് വർമ്മണ്ണനെ തപ്പി വന്നേടാ. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചത്തന്നെ. വർമ്മണ്ണനെ തപ്പി എല്ലാരും എത്തിയടാ അവിടെ. എന്തൊരവസ്ഥ ഇതൊക്കെ. വർമ്മ പറഞ്ഞ ആളില്ല കേട്ടോ. സത്യത്തിൽ വർമ്മ പറഞ്ഞ ആളില്ല. എന്തിനാ കിടക്കുന്ന മാക്സിമം ബ്രോ താങ്ക് യു മെമ്പർഷിപ്പ്. അപ്പൊ നേരെ റബൽ ബിൽഡിംഗ് റബൽ ബിൽഡിംഗ് ഹാർമണി എന്തിനൊക്കെ പറയുന്നത് ഈ റബൽ ബിൽഡിംഗ് ഇഷ്ടമില്ലെന്താ? എന്താ ഇവ അടിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ എന്തൊരു പിച്ചിലൊക്കെ പറയുന്നത്. ഇത് എന്തിനാ പറയുന്നത്? വല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറയുന്നത്. ഇവ എന്തൊക്കെയാ പറയുന്നില്ല ഇന്ന്. ഇത് പഴയ ട്രിക്കി അല്ല, ഇത് ട്രിക്കി ഗോഡ് എക്സ് ആണ്. ദൈവമാണോ? ഇവിടത്തെ ദൈവമാണോ? പറയും ഒരു ദിവസം മാറിയും എല്ലാരും. എന്തിനാണ് പറയാൻ പോണത്? അല്ല അന്ന് എണ്ണം പറയും. അപ്പം എന്താണ് പറയാൻ പോണതെന്ന് പറ. അല്ല അണ്ണ എന്തേലൊക്കെ പറയും. അത് എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും പറഞ്ഞല്ലോ ഒരു മുണ്ടച്ചാണ്. അല്ല അതാ ഞാൻ പറഞ്ഞു. പറയുന്ന അപ്പോഴും പറയും. സൂപ്പർ ട്രിക്കി സൂപ്പർ. ഒന്നും പറയാനില്ല. അയ്യോ, ഇത് മറ്റൊന്നും ഒന്നും പറയാനില്ല. സിനിമ പോയടാ. മേലായിരുന്നു. അകത്തും ആവാം പുറത്തും ആവാം. അല്ലല്ല അതിൽ അതായത് പേര് എന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത സാധനമല്ലേ. ഞാൻ കണ്ടുപിടിച്ചു. നമ്മള് കണ്ടുപിടിച്ചു. കിട്ടി, ഗാർബേജ് കിട്ടി. ഹലോ ഓക്കെ, നിങ്ങളല്ലേ ട്രഷർ ഹണ്ടിന്? അതന്നെ. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്ലൂ, തണുത്ത സോഡ വേണോ കൂൾ സോഡ വേണോ? തരുവോ? നമുക്ക് ചോദിച്ചാ രണ്ടും ഒന്നല്ലേ? ചൂടുള്ള തരുവോ? നമുക്ക് തരുവെന്നാണോ? അതാണ് ക്ലൂ ആണോ? ക്ലൂ അതാണ്. തണുത്ത സോഡ വേണോ കൂൾ സോഡ വേണോ എന്നുള്ളത്. ഞാൻ ക്ലൂ പറഞ്ഞതാണ്. തണുത്ത സോഡ വേണോ കൂൾ സോഡ വേണോ? തോമസ് മനസ്സിലായി. എന്തിനാ അറിയാത്തവരല്ലേ നീ പോണത്?
മനസ്സിലായാ? എന്താ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. വണ്ടി കയറി പോവാ. വണ്ടി കയറിട്ട് തണുത്ത സോഡ വേണോ ചൂട് സോഡ വേണോ? ചൂട് സോഡ അല്ല, കൂൾ കൂൾ കൂള് കൂള് കൂള്. തോമസ് കുട്ടി വിറ്റോടാണ്. തണുത്ത സോഡയും കൂള് സോഡയും. ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡാ ഏറി മാറായിരിക്കും എന്നാ. ചൈൽഡ്ഹുഡാ എന്തിനാണ് ഏതോ ബാറായിരിക്കണം. ചൈൽഡ്ഹുഡാ അല്ല എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ എന്തോ എഴുതിക്കണോ? ലിക്കർ ബിയർ ഐസ് ഒന്നുമല്ല. സ്നൈപ്പേ ആലോചിച്ച് സ്നൈപ്പേ നീ ഇങ്ങനെ ഇരുന്നാ തണുത്ത സോഡ വേണം, കൂൾ സോഡ വേണം. ഗോസ്റ്റ് ഹൗസ് തോമസ് കുട്ടിയോട് പറഞ്ഞ ഗോസ്റ്റ് ഹൗസ് സിനിമ അതാണ് ഇനി ആ സ്ഥലമാണ്. അപ്പൊ ഗോസ്റ്റ് ഹൗസ് ഇവിടെ സ്ഥലമുണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അതാണ്. ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പ്രേതത്തിന്റെ വീടിനകത്താ. പക്ഷെ തണുത്ത സോഡ വേണോ കൂൾ സോഡ വേണോ നോക്കുന്ന അപ്പൊ എന്തിനാണ് അതുമായിട്ട് ബന്ധം? മറ്റേ ഇവിടെ ഗോസ്റ്റ് ഹൗസ് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൊക്കേഷൻ ഓർമ്മ ഉണ്ട്. അന്ന് ആദ്യം നമ്മൾ വന്ന് പോയത് അത് എവിടെയായിരുന്നു? അണ്ണ പക്ഷെ അവിടെ സോഡ കൂള് സോഡ അതെന്തോ അത് ഇതുമായിട്ട് എന്തിനാണ് ബന്ധം? അത് അവിടെ മഴ വന്നതാണ് അവിടെ പോകുമ്പോ. തണുത്ത സോഡ വേണം, കൂൾ സോഡ വേണം. ചില്ലാടാണോ? ചില്ലാടാണോ? അത് വല്ല കോഡാണ്. ഒന്ന് പെട്രോൾ അടിക്കോ? തണുത്ത സോഡ മീൻസ് തണുത്ത സോഡ തണുത്ത സോഡ സാധാ സോഡ. കൂൾ സോഡ അത് തന്നെ. എടാ തണുത്ത സോഡ വേണോ കൂൾ സോഡ വേണോ പറഞ്ഞാൽ അതിലെ ഡയലോഗ് കാണത്തറാ. ഒന്നും മനസ്സിലാവുന്നില്ല. ഓപ്പൺ ആക്കി ജഗദീഷ് പറയുന്ന ഡയലോഗ് ഇല്ലേ, തണുത്ത സോഡ വേണോ അതോ കൂൾ സോഡ വേണോ ചോദിക്കൂലേ? ഗോസ്റ്റ് ഹൗസിന്റേതായിരിക്കണം. ആ അതിന് അപ്പൊ ഗോസ്റ്റ് ഹൗസ് പോവാ. ഗോസ്റ്റ് ഹൗസ് പോവാ. എന്നാ പഴയ ഈൽഡ് ഗ്യാങ്സിനെ സ്റ്റാറ്റ് നിങ്ങൾ പറയല്ലേ, അറിയാതെ നോക്കുമ്പോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ശരി നമ്മളത് അറിയാതെ നോക്കിയാൽ പിന്നെ അത് പോകും. നിങ്ങൾ പറയണ്ട. അറിയത്തില്ലേ? എവിടെയാണ്? അടിച്ചറാ കേറാ. കേറി കേറി കേറി. പടമൊക്കെ എന്നും കാണാം കേട്ടോ. പഴയ പടങ്ങൾ കാണാതിരിക്കും. വേറെ ഫീൽ അടിക്കല്ലേ? കഴിഞ്ഞാ സംഭവം കഴിഞ്ഞാ? എടാ അടിച്ചറാ ഇവ കേറടാ ഇത്തേച്ചി. ഇല്ല പെട്രോൾ കേറിയിട്ടില്ല ഇതിലിപ്പോഴും. അത് എടുത്തു നോക്കിയാണ് ശരി. അപ്പൊ അറിയാം. റിവേഴ്സ് പോകുന്ന സാധനം. എടാ നീ വണ്ടിന്ന് ഇറങ്ങ. നീ ഇറങ്ങി കയറിയാ മതി. പെട്രോൾ പിന്നെ അടി അടി ഒന്നും പേടി. ജസിനി പറയണ്ട, ഇനി പറയണ്ട. മനസ്സിലാവുള്ള പെട്രോളിന്റെ അടിയിൽ ചാറ്റ് നോക്കുമ്പോ നമ്മൾ അറിയാതെ നോക്കുമ്പോ അവിടെ കിടക്കണേ നമ്മളെ കാണുമ്പോ പിന്നെ അത് ഇത് എന്തോ ചെയ്യണ്ടേ? ഞാൻ അടിക്കാം 50,000 രൂപ ഇവരൊക്കെ വണ്ടി വാങ്ങിക്കാലോ. ഞാൻ അടിക്കാം. അടിച്ചോ, നീ അടിച്ചോ കുറച്ച് നേരായിട്ട്. അല്ല ലൊക്കേഷൻ എവിടെ പറയാം? എവിടെ സ്നൈപ്പേ? അണ്ണ മറ്റേ എനിക്കറിയാം അവിടെ മറ്റേ ഒരു സംഭവങ്ങളുണ്ട്. എനിക്കൊന്നും അവിടെയാണ് തോന്നണ്ട. ആ ഗോസ്റ്റ് ഹൗസിന്റെ അവിടെ കുറെ സാധനങ്ങളുണ്ട്. എന്തായാലും പോയൊക്കെ അവിടെ ചിലപ്പോ ഇതേപോലെ ക്ലൂ തരാനും വരുമായിരിക്കും. കണ്ടാറോളി അവിടെ പുതുക്കി വെയിക്കരച്ച് കാത്തിരിക്കുന്നത്. വണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോ പോവും. എടാ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോ മാഞ്ഞു പോടാത്. എന്റെ ജെറിക്കാനുണ്ട്, എന്റെ ഗ്യാസ് കാനുണ്ട്, ഞാൻ അടിക്കാൻ പറ്റി. പെട്രോൾ ഉണ്ട്. കേറ് അവൻ വേറെന്താ പറഞ്ഞ? എടാ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുന്നു. യു ആർ ടു ഫാർ ഫ്രം ദ പമ്പ് എന്ന് പറഞ്ഞിട്ട്. നീ വണ്ടി കേറ്. വണ്ടി പോകുമ്പോ അത് മാറും. അതിങ്ങനെ സ്പാം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പോയില്ലേ? ഇല്ല അതൊക്കെ വന്നോണ്ടിരിക്കണ ശല്യമാണ്. ചെവിയില് വേദന എടുക്കും ഈ സാധനം കേട്ടോണ്ടിരിക്കുമ്പോ. മറ്റേ മിണ്ടാണ്ടിരുന്ന മിണ്ടാണ്ടിരിക്കാന. വണ്ടി നിർത്തടാ. നീ അവിടെ ഇത് സാധനം പോണില്ലടാ. പ്രശ്നമായിടാ. കിടന്ന് അടിച്ചോണ്ടിരിക്കണ്. അവിടെ ചെന്നിട്ട് ഇറങ്ങി. അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി കയറി നമ്മളോട്. സാൻഡി വന്നാ പോരെ? അതിന്റെ അടുത്തുള്ള എവിടെ? നീ സാൻഡിയോ അല്ല അതെവിടെയാണ്? അത് ഇവിടെ എവിടെ അല്ലേടാ? ഈ സൈഡല്ലേ? സാൻഡി സൈഡല്ലേ അത്? കേരളടാ ഇങ്ങനെയാടാ. എടാ സ്റ്റീവേ ഇറങ്ങടാ. ഞാൻ അവൻ അപ്പുറത്താണ്ടാ, ആരും കേറിയിട്ടില്ല. ഇല്ലല്ല സ്റ്റീവ് സ്വിച്ച് ചെയ്തതാണ്.
ഇവിടെ കേറുവോ സ്നൈപ്പിന്? കേറാൻ പറ്റുന്നില്ല. ആ ആ. വണ്ടി കേറാ, ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കളിക്കല്ലേ. നീ ഇതെങ്ങോട്ട് പോണ്? ഇൻഗോസ്റ്റോസിൻ ഈൽഡ് ഗ്യാങ്കോസ് അവിടെ അതില്ല. അതല്ല, മറ്റേ ദൂരെ ഇവിടെ ക്യോസ്റ്റേഴ്സ് ഉണ്ട് ഈ സിറ്റിയിൽ തന്നെ. ഞാനത് ആ. ആരോട് സ്നൈപ്പിനോട് അത് എവിടെയാണോ ലൊക്കേഷൻ വരുന്നത്? എസ് ആയിരുന്നു. മറ്റേ ബ്ലാക്ക് മാർക്കറ്റിന്റെ അവിടെ. ആ ഇത് വഴി പോകുമ്പോഴേ ഇതാണോ അടഞ്ഞേട്ടിരിക്കുന്ന മാർക്കാണോ? ആ അവിടെ ഇട്ടാ. ജീപ്പ് എടുത്താലും അത് കറങ്ങി വീഴുന്നു. വർമ്മന്റെ മോനെ സിറ്റി ഉണ്ടെന്ന്. വർമ്മന്റെ പ്രശ്നം തീർന്നിട്ടില്ല കേട്ടാ. വർമ്മനാണ് സീൻ, മോനാണ് സീൻ. ബ്ലാക്ക് മാർക്കറ്റ് എങ്ങോട്ടാ? ഒരു വണ്ടി എടുത്ത് ബ്ലാക്ക് മാർക്കറ്റ് അങ്ങോട്ടാ? വണ്ടി ഉണ്ടോ നോക്കട്ടെ. ആന്റി ഗാരേജ്. ഇപ്പൊ വരാം. വണ്ടി കിട്ടി, ഞാൻ വരാം. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി. Murshi bro, thank you for the 100 rupees GPay. Thank you so much bro. ഇതെന്താ രാത്രിയാ പെട്ടെന്ന്? ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ഇവിടെ ലൈക്ക് അടിച്ച 1600 ലൈക്കാ 2200 ഒരു കണ്ടോണ്ടിരുന്നിട്ട് എന്തൊരു കണ്ടിച്ചോരില്ലാത്തവരാണ് നിങ്ങളൊക്കെ. ശരിക്കും വല്ല എന്തെങ്കിലും വരുമോ? എടാ ഇവിടോട്ട് വരുമ്പോ ഇങ്ങനെ മഴ വരും. അതങ്ങനെയാണ് മഴയാവും. ഈ സ്ഥലത്തിന്റെ ഇത് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഗോസ്റ്റിന്റെ കണ്ടാ ഞാൻ റെഡി കയറിയപ്പോ രാവിലെ ഇത് കണ്ടാ? എടാ അപ്പൊ അകത്തല്ലേടാ, വെളിയിലല്ലേ നീ ഇറങ്ങിപ്പോയെ? വർമ്മൻ ബോസ് വന്നടാ. നീ വെളി ഇറങ്ങിയടാ. ഇവിടെ അല്ലേടാ, ഇങ്ങോട്ടല്ലേ? ഇവിടെ അല്ല, ഗോസ്റ്റ് ഹൗസ് ബാക്കിലാ. ഗോസ്റ്റ് ഹൗസ് ഇതേപോലത്തെ സ്ഥലമല്ലേ? വണ്ടി ഓടിക്കുന്നവരാണ് അണ്ണനാ? ഞാനല്ല, സ്നൈപ്പ് ചെയ്യുന്നല്ലേ വണ്ടി ഓടിക്കണേ? അല്ല അവിടെ ലെഫ്റ്റ്. ലൈറ്റ് ഉണ്ടല്ലേ, ആ കളർ മാറൂലേ, അവിടെ ലെഫ്റ്റ്. എന്റെ താഴെയാണ് ആ വളവ് തിരിഞ്ഞിന്റെ അവിടെ. അവിടെയാണ് അണ്ണാ. എനിക്കൊന്നും നേരെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാ അവിടെ താഴെട്ടുണ്ടൊരു വഴി. അത് തന്നെ. നീ ലെഫ്റ്റ് പോ. ഈ നേരെ പോയിട്ട് താഴെട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാ. ആ വഴി തന്നെ ഫ്രണ്ടിലോട്ടാ. ഇവിടെ താഴെട്ടുണ്ടൊരു വഴി. ലെഫ്റ്റ് ഹലോ ആ ചിലപ്പോ ഇന്ന് എന്തോന്ന് കേട്ടോ ഒന്നുകൂടി പറ. ഞാൻ ഇന്നലെ അഡ്വക്കേറ്റ് റസൽ ജോയായിട്ട് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോ ഇന്ന് പൊട്ടും. ആർക്കറിയാം ഇന്ന് പൊട്ടുവോ? അത് എന്ന് പൊട്ടുവോ? മുല്ലപ്പെരിയാർ ഡാം സിറ്റിയിലെ ഡാം. ഞാനല്ല ഡാം. നീ എവിടെ? വെരി ബാഡ് ഡ്രൈവിംഗ് ബ്രോ. ഇത് ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്യാണ്ട് നീ കേറിയാ വന്നാ ഇവിടെയാണ് നിക്കണേ. ഇവിടെ ബ്ലാക്ക് മാർക്കറ്റ് വണ്ടി ഒന്ന് നിർത്തിയടാ, ഞാൻ ബാക്കിലുണ്ട്. ക്യാരി ഇറങ്ങണ വണ്ടി. ഹലോ
ഒരാള് ബാക്കിൽ കയറി ഡിക്കി കയറി. കേട്ടോ നീ ലൈവ് അല്ലേ ചേച്ചി? അതെ റോളാ സ്നൈപ്പ് അല്ലേ നമ്മളെ ടിവിയെ പൂരത്തിന്റെ പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ ഒരു സാധനം മാപ്പിന്റെ ഒരു സാധനമൊക്കെ നീ കാണിച്ചു തന്നെ. അതിന്റെ ഒരു സാധനമൊക്കെ വണ്ടിയിൽ എന്തെങ്കിലും ഓണാക്കി ആണ് നിങ്ങൾക്ക് ഉറപ്പ്. അത് വരുമ്പോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതുവരെ ചെയ്യാത്ത ഒരു സാധനമായിരിക്കും നമ്മുടെ പൂര ആർപ്പി. നിങ്ങളത് എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യുമ്പോ സെറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള പണി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട് രായ കാണിച്ചു തന്നായിരുന്നു. വിഷയമായിരിക്കും. എടാ ഡാം അഡ്വക്കേറ്റ് റസലുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞ് ഡാം ഇന്ന് പൊട്ടും അല്ലെങ്കിൽ നാളെ പൊട്ടും. പക്ഷെ ആർക്കറിയാം എന്ത് പൊട്ടും. ഇതാണ് ക്ലൂ. അപ്പൊ ഡാം അല്ലേ അത് അത് സെറ്റ് ആയിരിക്കും. നമുക്ക് പോവാം. മറ്റേത് ഡാമല്ലല്ലേ ഡാമല്ല. അതൊരു ചെറിയ ഡാം പോലത്തെ ഒരു സെറ്റപ്പ് അല്ലേ അത്. ഡാം അല്ലല്ലോ. ഒരെണ്ണല്ലേ ഉള്ളൂ. ഇതല്ലേ വേറെ ഡാം അല്ലടാ. ഇവൻ പറയുന്ന മറ്റേ അതറാ. മറ്റേ വേറെ ഉണ്ടോ മറ്റേ MS-13 ഗ്യാങ് ഹൗസിന്റെ അതായിരിക്കും. അവിടെ ഒരു ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് പോലെ സെറ്റപ്പ് ഉണ്ട്. അതായിരിക്കും ഉദ്ദേശം. റിസർവോയർ ജയിച്ച എത്ര എണ്ണം അവര് തന്നെന്ന് പറഞ്ഞ ജയിച്ചല്ല ജയിച്ച 50 സിആർ 50 സിആർ ഉന്നായ്മ പറയല്ലേ. എന്നെ പണ്ട് ട്രിക്ക് തെരുവിളിച്ച് ഓർമ്മയുണ്ടോ? എന്തൊരു സീനായിരുന്നല്ലേ. ഹലോ പറഞ്ഞോ. ഹലോ നിങ്ങള് വളരെ ഫാസ്റ്റ് ആണല്ലോ. അടുത്ത ക്ലൂ പറയാ. പണ്ട് മഹാഭാരത യുദ്ധം നടന്നിരുന്ന കാരണം അതാണ് ക്ലൂ. മഹാഭാരത യുദ്ധം അതാണ് ക്ലൂ. അതാണ് ക്ലൂ. പണ്ട് മഹാഭാരത എന്തിനാണ് കാരണം? മഹാഭാരത യുദ്ധം നടന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മഹാഭാരത യുദ്ധം അതെനിക്ക് മീറ്റിംഗ് ഏരിയ തർക്കമല്ലേ തമ്മിലുള്ള? തർക്കമാണെങ്കിലും പക്ഷെ അല്ലല്ല പാഞ്ചാലിയിലെ മറ്റേ ഞാനൊരു ക്യാമറ യുദ്ധം നടന്നത്. അപ്പൊ മീറ്റിംഗ് ഏരിയ അല്ല. കാരണം അത് നടക്കാനുള്ള കാരണം മഹാഭാരത യുദ്ധത്തിന് കാരണം എന്താണെന്ന് ദ്രൗപദീനെ മറ്റേ പകിടകളി എന്താണ് പറഞ്ഞത്. അപ്പൊ പകിടകളി എന്തിനാണ്? ചൂതാട്ടം എന്തിനാണ്? കസിനോ പൈപ്പിന്റെ ഓടിക്കണല്ലേ. ഒന്നും പറയാനില്ല. എന്താ ഈ കാര്യം? ഈഗോ പൊട്ടിക്കാതെ ഒന്ന് താഴെ ഇറങ്ങിട്ട് വഴി എടുത്തോണ്ട് പോവത്തിരി. തൊട്ടപ്പുറത്തല്ലേ എന്തിന് ഇത്രയും പാട് ഇടുന്നത്? കസീനോ ആണോ സ്ട്രിപ്പ് ക്ലബ് ആണോ? ഇല്ലല്ലോ. പക്ഷെ കസിനോയില് ആ കളി ഇല്ലല്ലോ. പകിട ഇല്ലല്ലോ. പകിട കളിയൊന്നല്ലായിരുന്നു. ചൂതാട്ടോടെ ഉദ്ദേശം പെട്ടെന്ന് കിട്ടിയില്ല. അല്ല പകിട കളിയാണ്. പകിട അതൊന്നും പറ്റില്ല. അതല്ലേ കറക്കി ഇടുന്നില്ലേ പകിട കളി? അതല്ലേ അതും ചൂതാട്ടം ഏകദേശം കൈൻഡ് ഓഫ് സെയിം ആണ്. പണ്ട് ഇതൊന്നും ഇല്ലല്ലോടാ. ഓരോക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്. മഹാഭാരതം പഠിക്കണം കേട്ടാ. ഒത്തിരി ഇത് കണ്ടു തുടങ്ങി പിന്നെ മഹാഭാരതത്തിന്റെ അത് എവിടെ പോയി കാണാൻ പറ്റും? സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തലറങ്ങി വീണു. അങ്ങനത്തെ സീരിയലില്ലാത്ത കഥയും ഒറിജിനൽ കഥയായിട്ട് ബന്ധമില്ലാതാണ് പറയുന്നത്.
എന്നാ കളിക്കിച്ചു എനിക്കേറ്റ് പറഞ്ഞത് അതിനകത്ത് അറിയുന്ന അതാണ് നമുക്കാകെ മഹാഭാരതം എന്ന് പറഞ്ഞാൽ അറിയുന്നത് ഒറ്റ കർണൻ വിഷയമാണെന്ന് മാത്രമേ കൽക്കിയുടെ ഇത് മാത്രം എനിക്കത് അറിയാം. നിനക്ക് പാണ്ഡവരെ കൗരവരാരെങ്കിലും അറിയാമോ? വൈകി പോയോ ആചാര്യപുത്ര? തന്നെ ദൈവം. ഹലോ ഹലോ, അടുത്ത ഞാനൊരു പക്ഷിയാണ്. ഇന്ന് ഈ ഭൂമി എൻ കാലിന്റെ അടിയിലാണ്. പറയാണോ? ഞാനൊരു പക്ഷിയാണ്. ഇന്ന് ഭൂമി എന്റെ കാലിന്റെ അടിയിലാണ്. ജഡായി പറ ഏതോ പാറ വെള്ളാട്ടോ. ഇനി ഈ സിറ്റിയില് പാറയില്ലല്ലോടാ. ചിക്കൻ കൂപ്പ് അല്ലെങ്കിൽ ചില്ലിയാട് ആകുമ്പോ നമ്മള് പറന്ന് ഭൂമി നമ്മുടെ കാലിന്റെ അടിയിൽ. ഞാനൊരു പക്ഷിയാണ് അല്ലെങ്കിൽ ചിക്കൻ കൂപ്പ് ഏതെങ്കിലും ഭൂമി എന്റെ കാലിനടിയിലെന്ന് പറയുമ്പോഴത്തേക്ക് ആണല്ലോടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് പോവാം. ചില്ലിയാട് പോയി നോക്ക്. ഞാനൊരു പക്ഷിയാണ്. അണ്ണാ ജഡായി പറ ഇതിന്റെ എന്തൊരു ബന്ധം ഇരിക്കുന്നു? ജഡായിന് ചിറക് കെട്ടിയിട്ടതാണ് ജഡായി പ്ലെയിൻ പറക്കണതല്ല അണ്ണ ഉദ്ദേശിക്കണം, അതോ വലിയ മലയാണോ ഉദ്ദേശിക്കണം? ഞാനൊരു പക്ഷിയാണ്. എയർപോർട്ടാണോ? ഇത് മൊത്തം എന്റെ കാലിന്റെ ഇടയിലാണ്. കീഴിലാണെന്ന്. അപ്പൊ എയർപോർട്ട് അതങ്ങനെ കാലിന്റെ അടിയിലാവുന്ന പക്ഷിയാണെന്ന് പറയുമ്പോ മാപ്പ് തുറന്ന് നോക്കട്ടെ. ഇത് എവിടെയൊക്കെ ആവാം. ബേഡ് വെച്ചിട്ട് എന്തിനുണ്ട്? ബേഡുമായിട്ട് ഫ്ലൈറ്റടാ, അതല്ലേ എയർപോർട്ടല്ലേ? അതെങ്ങനെയാണ് എന്റെ കാലിന്റെ അടിയിലാണെന്ന് പറയുമ്പോ അത് ശരിയാണല്ലേ? പൊങ്ങി പറക്കുമ്പോഴത്തേക്ക് അല്ല അതിലൊരു പോയിന്റ് ഉണ്ട്. ശരിയാണ്, പൊങ്ങി പറക്കുമ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം താഴെ കാലിന്റെ അടിയിലാണെന്നുള്ള ഒരു സംഭവം. എയർപോർട്ട് എന്ന് പറയുമ്പോണ്ടല്ല കൊറേ എയർപോർട്ട് ഉണ്ടെന്നാ. മെയിൻ എയർപോർട്ട് ആയിരിക്കും. നമുക്ക് സ്പ്ലിറ്റ് ആയാലോ എന്നാ പിന്നെ കുറ്റാവണ്ട, നമുക്ക് ഒരുമിച്ച് ആദ്യം ചില്ലിയാട് പോകേണ്ട ആവശ്യമുണ്ടോ? ചില്ലിയാട് ബേസ്റ്റ് ആണെന്ന് എന്റെ മനസ്സ് പറയുന്നതാ. ചില്ലിയാടാണെന്ന് തോന്നുന്നില്ല. ചില്ലിയാടിൽ എന്തിനാ എയർപോർട്ട് തന്നെ പോവാം. എയർപോർട്ട് ആവാനില്ല, എയർപോർട്ട് പോയിട്ട് വരാം. കാരണം അവിടെ ഹലോ, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ഇപ്പോഴാണ് ലെവൽ 2 എത്തിയിരിക്കുന്നത്. നമുക്കൊരു 5 ലെവൽ കാണും. 5 ലെവലാണ്. അതെ. നിങ്ങൾ ഇനി അങ്ങോട്ട് ക്ലൂസ് ഒക്കെ ടഫ് ആയിരിക്കും കേട്ടോ. നമ്മള് ലെവൽ 2 ഇപ്പോഴാണ് കടന്നിരിക്കുന്നത്. ഇനിയുള്ള ക്ലൂ എല്ലാം ടഫ് ആയിരിക്കും. നമ്മള് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിരുന്നു. നോക്കട്ടെ. കായോ എന്ന് പറഞ്ഞൊരു പേടില്ലേ? കായെന്ന് പറഞ്ഞു കിളിയായിട്ട് എന്തൊരു ബന്ധം? അതിന്റെ ഒരു പേടിന്റെ പേരാ ഞാൻ. പോയാൽ നിന്റെ ഏത് സിറ്റി അതിന്റെ അടിയിൽ ഇരിക്കുന്നത്? നീ മാപ്പ് എടുത്ത് നോക്കാം, അപ്പൊ എനിക്ക് മനസ്സിലാവും. ഈ സിറ്റി മൊത്തം എന്റെ കാലിന്റെ അടിയിൽ നാണ്ടാ പറഞ്ഞേക്കുന്നത്. പക്ഷെ കാലിന്റെ മേളിലല്ലേ വരും. കാലിന്റെ അടിയിലിരിക്കണോ? ചില്ലിയാടേ ഉള്ളൂ ഏറ്റവും ടോപ്പസ്റ്റ് വ്യൂ ചില്ലിയാടിയിൽ. ഓ, ആ ഒരു രീതിയിൽ. പക്ഷെ പക്ഷിയാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കുണ്ടോ അവിടെ? അത് ചിക്കൻ കൂപ്പിലേക്ക് എനിക്ക് മനസ്സ് പോകുന്നത്. നമുക്ക് രണ്ടും നോക്കാം. സിനിമാറ്റിക് ചാനൽ മഹാഭാരത സ്റ്റോറി അനിമേ വീഡിയോ ചെയ്യുന്നു. സിനി മാജിക് മഹാഭാരത സ്റ്റോറി അനിമേ വീഡിയോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ജില്ലയിൽ പോയി നോക്കണം, 2 എയർപോർട്ട് നോക്കണം. നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാലോ. ഹെലികോപ്റ്റർ ഉണ്ട്, ആരെല്ലാം ഉണ്ട്? അവരടുത്ത് ടിപ്പ് വേണമെന്ന് ചോദിച്ചാൽ തരും. പക്ഷെ 10 ലക്ഷം രൂപ വെച്ച് കുറയും ഓരോ ടിപ്പിനും. വേണ്ട. അല്ല, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ പറഞ്ഞാണ്. 10 ലക്ഷം രൂപ കുറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല. ഇങ്ങനെ നമ്മള് ടിപ്പ് ചോദിച്ചു അവസാനം 0. 5 ലെവലുണ്ട്. നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. 5 ലെവലുണ്ട്. 5 ലെവലുണ്ട്. 2ാമത്തെ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ എന്നാണ് അവര് പറഞ്ഞത്. ഇതിന് തൊട്ടുള്ള ആ മീറ്റിംഗ് ഏരിയയിൽ ഒരു ഫോട്ടോ ഇല്ലേ താഴെ നമ്മള് കാല് കുത്തുന്നോർത്ത്? അവിടെ എന്തുവാ ഫോട്ടോ? എന്തോ ഡ്രാഗൺ അങ്ങനെ എന്തോ ആണ്. ഒരു തീ വെക്കണ പോലത്തെ ഒരു ഫോട്ടോ ഇല്ലേ അവിടെ മീറ്റിംഗ് ഏരിയയില്? എവിടാ? ഗാങ്സ്റ്റർ മീറ്റ് ചെയ്യത്തില്ല. അത് ശരിയാണല്ലോ അണ്ണാ.
5025 ഉണ്ടോ? സെൻസില്ല. നോക്ക് എന്തായാലും എയർപോർട്ട് എത്തില്ല, ഇവിടെ നോക്കിയിട്ട് പോവാം. ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് നേരെ വിടാം. കാല് മൊത്തം എന്റെ അടിയിലാന്ന് പറഞ്ഞ് നമ്മളെല്ലാം കാലിന്റെ ഇടയിലും പോയി നോക്കണല്ലോ. ഇല്ലണ്ണ അവൻ കായൊന്നും ഇല്ല, കായ പോവാനുള്ള ടൈം ആയില്ല. അന്ന് ഈ പോലീസിന്റെ അവിടെ ഒരു പക്ഷി ഇല്ലേ, ഈ ഇവിടെ അല്ല മറ്റേ കേട്ടോ. എയർപോർട്ടാണ് ഇവിടെ വെക്കേണ്ടത്. ഇതാണ് എയർപോർട്ടിന്റെ മെയിൻ ലൊക്കേഷൻ. പോലീസിന്റെ അവിടെ ആ ശില്പമുണ്ട് പരുന്തിന്റെ. ആണോ? എവിടെ? പോലീസിന്റെ ഇതില് സ്റ്റേഷനില് എവിടെയാണ് പോലീസിന്റെ അവിടെ? എന്തുണ്ട് ഒരു മറ്റേ ഇതില്ല അണ്ണാ, പോലീസ് സ്റ്റേഷൻ ആവാനും ചാൻസ് ഉണ്ട് കേട്ടാ. ഈഗിൾ അല്ലേ ഉണ്ടോ? പോലീസിന്റെ അടിയിലേ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ പോയി എന്നാ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ മീറ്റിംഗ് ഏരിയയിൽ അവിടെ അല്ലെങ്കിൽ മീറ്റിംഗ് ഏരിയയുടെ അവിടെ പോകും. ഇവിടെയാണ് ഡീമണ്ണാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതെല്ലാം തോന്നുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നീ ഞാനിത് എനിക്കത് കണ്ടിട്ട് ഓർമ്മയില്ല, എനിക്ക് പറഞ്ഞു. എന്തെങ്കിലും ഇതിന്റെ പടം പോലെ ഉണ്ടോ? മറ്റേ ഗ്ലോബ് ആയിട്ടുള്ള പടം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഭൂമിയുടെ പടം അങ്ങനെ എന്തെങ്കിലും? പീഡിയുടെ അണ്ടറിലല്ലേ സിറ്റി വരുന്നത്. അങ്ങനത്തെ വല്ല സ്റ്റാച്ചു ഉണ്ടോ നോക്കണം. അല്ല അങ്ങനത്തെ പടം വല്ല ഉണ്ടോന്നാണ് ചോദിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷിയുടെ താഴെ ഗ്ലോബ് പക്ഷി ഉണ്ടോ പറഞ്ഞിട്ട് ടൗൺ ഹോൾ അല്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഉണ്ടോ നോക്കിയാണ്. പീടി ഇവിടെ അല്ലേ ബാക്കില്? ഏത് ഈ പീടി തന്നെ അതോ മറ്റേ പീടിയാണ്? പീടിയാണ് ഇവിടെ അല്ലേ ഓൾഡ് വീഡിയോ, പഴയ വീഡിയോ ഇല്ലേ ഇവിടെ? ഇതിന്റെ ഫ്രണ്ടിലോട്ടോ എനിക്ക് കണ്ടുകൂടട്ടെ, ഇറങ്ങി നോക്കിട്ട്. ഇവിടെ ഇല്ലടാ, ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ ആള് നിക്കുമല്ലോ. ഇത് പുതിയ വീഡിയോ ആണ്, നമുക്ക് പഴയ വീഡിയോ. ഇവിടെ ആള് നിക്കുമല്ലോ, ആളില്ല. ഇവിടെ ഇല്ല. അപ്പൊ ഇതാ മീറ്റിംഗ് ഏരിയ തന്നെ. എടാ ഒരു കാര്യം, പഴയ പീടി കൂടി പോ, എന്നിട്ട് മീറ്റ് ചെയ്യുമോ? പഴയ പീടി തൊട്ടടുത്തല്ലേ പോയിട്ടോ? പഴയ പീടിയിലൊന്നും ഇല്ലണ്ണ. മീറ്റിംഗ് ഏരിയ മാർക്ക് ചെയ്താണ്. അല്ല ജസ്റ്റ് നോക്ക് എന്തായാലും ഉണ്ടോ നോക്ക്. മീറ്റിംഗ് ഏരിയ മാർക്ക് ചെയ്താണ്ടാ. മീറ്റിംഗ് ഏരിയ മാർക്ക് ചെയ്യാം. നീ പീടിയിലോട്ട് ഏരിയ മാർക്ക് ചെയ്യാം. ഇല്ല ഇവിടെ ഒന്നുമില്ല. മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രശ്നമാണല്ലോടാ. എന്തേലും ഉണ്ടോ സിറ്റിയില്? ലെവൽ 2 വെച്ചിട്ട് കിടക്കുന്നുണ്ടല്ലോടാ. എന്താ ഉള്ളത്? എന്തേലും ഉണ്ടെങ്കിൽ പക്ഷെ ഉണ്ടാ ഏതോ ഒരു സത്യം ഒരു പീടിയുടെ ഇതിലില്ലേ അത് സംഭവം ഈ പടം? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പക്ഷി മറ്റേ പക്ഷിയുടെ താഴെ മറ്റേ എന്തേലും ഒരു അതുണ്ട് അതാ പറഞ്ഞത്. ഇവിടെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. ചുമ്മാ ക്ലിക്കായി മേളിലുള്ള എക്സ്ലാൻഡിസിന്റെ വല്ലതാണോ? തൽക്കാലം മീറ്റിംഗ് ഏരിയ പോയി നോക്കാം. കുറച്ചുകൂടെ സ്പീഡുള്ള വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വരായിരുന്നു. ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്നു. ഹെലി വേണോ? ഹെലി ഉണ്ടെങ്കിൽ ടൈം ലിമിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല അതൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, വേറെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പോ, ഇത്ര പാട് കഴ അടിക്കുന്നത് കെട്ട വണ്ടി വെച്ച്. അല്ലെങ്കിൽ മീറ്റിംഗ് ഏരിയയിൽ ഒരു സാധനം ഉണ്ട്, ഒരു ഫോട്ടോ. ഇത് തന്നെ തോന്നുന്നു. അവിടെ എക്സ്ലാൻഡിസ് എന്നതല്ലേ, സിറ്റി എക്സ്ലാൻഡിസ് അല്ലേ? ബേഡിന്റെ ഇതുണ്ട്, ബേഡിന്റെ ഇത് നോക്കണ്ട. സിറ്റി ബേഡ് ഇവിടെ ഉണ്ടാ മീറ്റിംഗ് ഏരിയയില്? മറ്റേ ഇല്ല, ഇവിടെ ആള് പോലും ഇല്ല. ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ബേഡ് ഉണ്ടാ? ഇവിടെ ബേഡും ഒന്നുമില്ല. പക്ഷിയാണ്. ആള് ബോട്ടാണ്. ഹലോ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, അതിന്റെ ആൻസർ പറയോ?
സുഖത്തായിരുന്ന ഞാനൊരു പക്ഷിയാണ്. പക്ഷിയാണ്. സിറ്റി മൊത്തം എന്റെ കൺട്രോളുണ്ട്. എന്റെ കാലിന്റെ അടിയിൽ എന്റെ കാലിന്റെ അടിയിലുണ്ട്. ഞാനൊരു പക്ഷിയാണ്. ഞാൻ എന്റെ പട്ടിയാണെന്നല്ലടാ പറയേണ്ടത്, പക്ഷി. ഹലോ, ഇന്റെ എന്തെങ്കിലും വേണോ ചേട്ടാ? വിളിക്കാം വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ ശരി. ഹിന്ദി വേണോന്ന് ചോദിച്ചാൽ അവര് വിളിച്ച് നമ്മളെ കളിയാക്കുന്നതിന് തുല്യ വേണമെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു വെച്ച്. ഞാൻ ഹിന്ദി ചോദിക്കണോ? വേണ്ട വേണ്ട, ഇത് കണ്ടുപിടിക്കണം. നിന്റെ ഈഗോ വെച്ചോണ്ടിരുന്ന സമയം പോകത്തേ ഉള്ളൂ. നമുക്കിനി പോകാനുള്ളത് ചില്ലയാട്, പിന്നെ എടാ പീടിയിടാതെ എവിടെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നടാ. ആ സിമ്പല് കിളി ഇങ്ങനെ ഇതിന്റെ എനിക്ക് ഓർമ്മ ഉണ്ട്. ഒരു പരന്തിന്റെ പോലത്തെ ഒരു ഫോട്ടോ വെച്ചിട്ട് അത് ഇവൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത്. അണ്ണ നമ്മള് ഇവിടെ പോയത് ഈടക്കല്ലേ അവിടെ പോയത്? അവിടെ കൺട്രോള് അവരുടെ അടിയിലാ. അവര് അവരും അല്ല. അല്ലടാ അവരൊന്നുമില്ല. സിറ്റല്ലേ മിക്സ് കൺട്രോളല്ലേ സിറ്റി? പോയി നോക്കാം വെറുതെ. ഇനി അമ്മാരിന് അതാണ് ഉദ്ദേശിച്ചെങ്കില. പീടിയല്ലോ ആണോ? വേറെ പീടിയല്ലോ ആണോ? മതി. എടാ വേറെ പീടിയിലല്ലോ ഉണ്ടാ? സാൻഡി പീടിയിലെ പലറ്റ പീടിയിലല്ലോ ഉണ്ടാ? എടാ കേക്കാമോ? ഹലോ എടാ, സാൻഡി പീടിയ പലറ്റ പീടിയിലല്ലോ അങ്ങനത്തെ ഉണ്ടാ? പലറ്റ പീടിയിലൊന്നും ഇല്ല അങ്ങനത്തെ ഒരു പ്രതിമ. ഞാൻ സാൻഡി പീടിയില് ഞാൻ കണ്ടിട്ടില്ല. ഈഗിളിന്റെ പ്രതിമ എവിടെ ഇല്ലേ? ഉണ്ടാ, എവിടെ ഉണ്ട്? ഏതോ എവിടെ കണ്ടിട്ടുണ്ടാ ഞാൻ. എനിക്കത് എവിടെയൊന്നും ഓർമ്മ വരുന്നില്ല. അതായത് എനിക്കൊന്ന് ഈസ്റ്റ് 5 അവിടെ ഉള്ളതൊന്നും അല്ലേ? അതും സിറ്റിയുമായിട്ട് എന്തൊരു ബന്ധം? അവന്റെ അണ്ടറിലാണ്, മനസ്സിലായില്ല? കാലിന്റെ അടിയിൽ അങ്ങനെ ചില്ലയാട് പോയി നോക്കിയാലോ? ഇതിന്റെ അകത്ത് എല്ലാം വരുന്നുണ്ട്. മാപ്നോളജ് ഇല്ല അല്ലേന്ന് ബ്രോ? മാപ്നോളജി ഇതുമായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നത്? എന്ത് ക്ലൂ, ഡയറക്റ്റ് ക്ലൂ വന്നിട്ട് സ്ഥലം പറഞ്ഞിട്ട് പോയി കണ്ടുപിടിക്കുന്നതിനാണ് മാപ്നോളജി പറയുന്നത്. ക്ലൂ എന്തിനാ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് മാപ്നോളജിയായിട്ട് എന്ത് ബന്ധം? എന്താ ബ്രോ ഈ പറയുന്നത്? ലെവൽ 2 ആയിട്ടുള്ളൂ, ലെവൽ 5 വരെ ഉണ്ട്. കുറച്ച് പെട്ടെന്ന് നോക്കാമല്ലേ? ലീജിയൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഏറ്റവും ഹൈറ്റിൽ കേറാൻ പറ്റുന്നത് ട്രെയിനുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈഡ് ഇല്ല അവിടെ? മെയ്സ് ബാങ്ക് അല്ലേ? എടാ ഞാനൊരു കാര്യം അവിടുത്തെ ഹിന്ദി ചോദിക്കാം, അതാണ് നല്ലത്. സമയമുള്ള ഞാനൊരു കാര്യം ചെയ്യാം. ലെഫ്റ്റ് വേണ്ട, ഒരു തള്ളാണോ അല്ലേന്ന് അറിയാനാണ്. ലെഫ്റ്റ് പോയിട്ട് റീജിയൻ പാർക്ക് ഇങ്ങോട്ടാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലേ? വെറുതെ ഒരു അതെങ്ങനെയാണ് അനോണിമസ് ആയിട്ട് ഇടുന്നത്? എങ്ങനെയാണ് അനോണിമസ് ആയിട്ട് ഇടുന്നത്? എങ്ങനെയാണ് T/ANON? പഴയ പീഡിന്റെ എവിടെയെങ്കിലും ഉണ്ടോ? 10 ലക്ഷം പോയല്ലോടാ. 10 ലക്ഷം ക്ലൂ വരാൻ വിളിക്കുന്നുണ്ട്. എടാ മാറ് എടേ മറ്റേ ഇവിടെ എടാ SNGയുടെ പഴയ ഇതില്ലേ, എന്തുവാ SNGയുടെ പഴയ ലോബി അവിടെ അണ്ണ പറഞ്ഞാ എവിടെ ഒരു ബേഡ് സ്റ്റാച്ചു ഉണ്ടെന്നാ ഞാൻ പറഞ്ഞ. SNGയുടെ പഴയ ലോഡിങ് ഓർമ്മയുണ്ടാ? ഇതല്ലേ എയർപോർട്ടിനകത്തല്ലേ? അല്ലല്ല അണ്ണ ഞാൻ ഓടിക്കാം ഞാനല്ല ഓടിക്കുന്നു.
മനസ്സിലായി മറ്റേ പണ്ടത്തെ അവര് വിളിക്കുന്ന ടിപ്പ് വേണോ വേണ്ടേ? എടാ വിളിക്കണം, വേണോ വേണ്ട ടിപ്പ്? പെട്ടെന്ന് പറ. ഒരു സ്ഥലത്തും അങ്ങനെയല്ല ഞങ്ങള് ഒരു സ്ഥലത്തോടെ ഞങ്ങള് പോയിട്ട് ഒരു സ്ഥലത്തും കൂടി ഞങ്ങള് പോയിട്ട് ഞങ്ങള് പറയാം. അത് ഞങ്ങളൊരു സ്ഥലം കൂടി ഉണ്ട്. അത് ടിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് 10 ലക്ഷം ഡിഡക്റ്റ് ടിപ്പ് തരും. എന്നാ ഓക്കെ പറഞ്ഞു 8034. ഓക്കെ ശരി. എടാ അവര് ടിപ്പ് ചോദിച്ചോണ്ട് ഇനി അത് മാറ്റാൻ പറ്റത്തില്ല. എടാ നീ പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഇല്ലല്ല കേക്കാം. സീറ്റ് മാറി എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങി ഞാൻ അടിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. വെയിറ്റ് ഞാൻ ഓടിക്കാം. നിനക്ക് ഡിലേ ഉണ്ട് കേട്ടോ സ്റ്റീവേ. കേറ് എല്ലാരും കേറ്. എടാ ഇതാണ് ലൊക്കേഷൻ, പോയി ഇങ്ങോട്ടോ. അണ്ണാ SNG ഞാൻ ടിപ്പ് അവര് തന്നു. അവര് പറഞ്ഞു തന്നാ എന്തിന്? അവര് പറഞ്ഞ ടിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. ചോദിക്കുന്നതിന് ശേഷം പിന്നെ മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. നീ ഇപ്പൊ പോ, ഇതാണ് സ്ഥലം. ഇതെല്ലാം ലൈക്ക് അടിക്ക. ഇതാണ് ഞാൻ പറഞ്ഞ SNG ലോഡിംഗ് ലൊക്കേഷൻ. ഇരിപ്പൊ പറഞ്ഞു പോയി, അവര് പറഞ്ഞു പോയി. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സ്ഥലം. SNG പഴയ ലോഡിംഗ് ലൊക്കേഷൻ. SNG എനിക്ക് അറിയണ്ടേ ഇത്ര നേരം അതിന്റെയൊക്കെ വായിലെത്രയായിരുന്നു പഴക്കട്ടായിരുന്നു. ഞാൻ എന്റെ പഴയ ലൈവ് എടുത്ത് നോക്കി നമ്മുടെ പഴയ അത് ഹെഡ് ക്വാർട്ടേഴ്സ് ആടാ. ഇവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. മറ്റേ ഇതിന്റെ ആർമി പോലത്തെ സാധനത്തിന്റെ ഇതിന്റെ അപ്പുറ സൈഡിലാ കാണിച്ചതാ. വെയിറ്റ് ഇതുണ്ടാ ഇതിന്റെ ലെഫ്റ്റ് സൈഡ്. ഇതിന്റെ അകത്തോട് കേറാൻ സ്ഥലമുണ്ട്. വണ്ടി ഇതുണ്ടാ IAA കണ്ടാ ഈഗിൾ ഇന്റർനാഷണൽ. ഇവിടെയാണ് ഈഗിളിന്റെ സ്റ്റാച്ചു ഉള്ളത്. SNG പഴയ ലോബി ഓർമ്മയുണ്ടോ? അതെ നിൽക്കണ്ട പയ്യൻ. ഇതാണ് നമ്മൾ ആലോചിച്ചോണ്ടിരുന്നത് ഇത്ര നേരം. ഹലോ ഇതില് സരക്കാരാ? ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ കണ്ടുപിടിക്കാൻ. അല്ല ഈ സാധനം എവിടെയാണെന്നുള്ള ഓർമ്മ വരുന്നില്ല. ഈ സാധനം കണ്ടതായിട്ട് ഓർമ്മ വരുന്നത്, പക്ഷെ എവിടെയൊന്നും ഓർമ്മ വരുന്നില്ല. അതാ ഇവൻ ലാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം തന്നിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് കുടിക്കൂ. ഓക്കെ, കുടിച്ചതിന് ശേഷം അടുത്ത ക്ലൂ ഞാൻ തരാം. കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു അടുത്ത ക്ലൂ പറയാം. ഡോക്ടർ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന്. കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന്. അത്രേ ഉള്ളൂ. പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന്. അത്രേ ഉള്ളൂ. പറടാ. ഹോമോ സാപ്പിയൻസ് അവിടെ തന്നെ. ഡോക്ടർ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു പറ്റില്ല? അതല്ലേ എന്തൊരു ബയോളജിക്കൽ നെയിം അല്ലേ? പഴയ അട്ടപ്പാടി ഗ്യാങ്സ് കാനിബൽസ്. മറ്റേ അവിടെ പോകുമ്പോ ഡ്രസ് ഇല്ലാണ്ട് ആൾക്കാർ ഇറങ്ങി എടുത്തില്ലേ? ഓർമ്മയില്ലേ? അതാണ് സാധനം. അങ്ങോട്ടോ എടാ മറ്റേ അട്ടപ്പാടി ഗ്യാങ്സ് അല്ലേ അവിടെ? നീ എവിടെ? അല്ല പക്ഷെ ഡോക്ടർ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന്. ഹോമോ സാപ്പിയൻസ് എന്താ പറയുക? മറ്റേ കൊരങ്ങണിന്ന് മനുഷ്യർ വരുന്ന ആ ഒരു ബേസിക് ഇതില്ലേ എന്ന് പറഞ്ഞാൽ ഉടുപ്പില്ലാത്ത വെർഷൻ. അത് എവിടെ കണ്ടു കിട്ടുന്നത്? നമ്മള് മറ്റേ അട്ടപ്പാടി ഗ്യാങ്സ് ഓടി കയറുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല നമ്മളെ. പക്ഷെ ഈ ഡോക്ടറായിട്ട് എന്തോ ബന്ധം? എന്താ നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയാലോ? അവിടെ തന്നെ മൂവ്മെന്റ് ഇതുണ്ടാ. എന്തായിരുന്നു? നമ്മള് ബാങ്കിന്റെ അവിടെ മെയിൻ ബാങ്ക്. ഡോക്ടർ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന്. അതാണ് അണ്ണ ചാറ്റില് പറയണേ. ചിലപ്പോ ആണെങ്കിൽ അണ്ണ അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ പ്രശ്നമാവും. ചലഞ്ച് ആദ്യം അടിക്കും.
മെയിൻ ബാങ്കിന്റെ അവിടെ നിൽക്കായിരുന്നു. അതായത് നീ വണ്ടി ഇല്ല അവിടെ നില്ല, നീ അവിടെ നില്ല. അടിക്കി കയറിക്കും പറഞ്ഞ 24. അണ്ണ മറ്റേ ഈ ഓർഗൻ ഇപ്പൊ അതാണോ മാർക്ക് ചെയ്തിരിക്കുന്നതാണോടാ? മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെ? അവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്ന? എവിടെയാണോ? അട്ടപ്പാടിയുടെ അതാണോ? ഈ ഒരു ഏരിയയിൽ എവിടെയാണ് എന്റെ വിശ്വാസം? നീ അട്ടപ്പാടി ഗ്യാസിന്റെ മാർക്ക് ചെയ്തിരിക്കുന്ന പഴയ ആ ഒരു ഏരിയ എവിടെയാണ് കറക്റ്റ്? എടാ മാപ്പ് നോക്കി ട്രിക്കി ഒന്ന്. എന്തിനാണ് അട്ടപ്പാടി ഗ്യാങ് ഹൗസ് ഞാൻ മാർക്കിന്റെ അടുത്തോടെ അല്ലേ? അടുത്തോടെ ഹോമോസാപ്പിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു കുരങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കണം അല്ലേ? അണ്ണ ഒന്നില്ലെങ്കിൽ സ്റ്റീവ് പറഞ്ഞല്ലേ ഉറപ്പാ. അല്ലെങ്കിൽ എത്രയാവും എന്താ അന്ന് രണ്ടും ഒന്ന് തന്നെയല്ലേ? നമ്മുടെ ഡോക്ടർ എന്നുള്ള പറയാനുള്ള കാരണം എന്തോ ലാബ് വരുന്ന ബന്ധമുണ്ടോ? അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്ത് ലാബ്? അണ്ണ ഹോമിയോസാപ്പിയൻ എന്തെന്നറിയോ? ഹ്യൂമൻ ലാബ്. ആ ഡോക്ടർ പറഞ്ഞു നല്ല മെറ്റാണല്ലോ ട്രിക്കി. എന്തൊരു മെറ്റ? ചാറ്റില് പറയണല്ലോ ഇതൊക്കെ. എന്റെ ചാറ്റിലൊന്നും പറയണമെന്നില്ല പോടാ. നീ എന്റെ ചാറ്റ് ഒക്കെ ആണല്ലേ? അപ്പൊ ചാറ്റില് വെടിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ സെയിം സാധനം? എന്തൊരു അവിടെ ഞാൻ ഹോമോസാപ്പിയൻ ഗൂഗിളിൽ അടിച്ച് അപ്പൊ അതിനകത്ത് ഹ്യൂമൻ എന്നാണ് കിടക്കണേ. അപ്പൊ പിന്നെ മാറ്റാം, ലൊക്കേഷൻ മാറ്റട്ടെ. മാർക്ക് ചെയ്ത് എടാ ഹ്യൂമൻ നല്ല ബേസ് ലാബ് ആവാനാണ് ചാൻസ്. ശരിയാണ്, ഡോക്ടർ എന്ന് പറഞ്ഞോണ്ട് ലാബിന്റെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇവന്റെ ചാറ്റ് എടുത്തേട്ടാ. സ്റ്റീവ് ആൻഡ് ട്രിക്കി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇല്ല. ശിവക്ക് എത്ര മോണിറ്റർ? ശിവയ്ക്ക് ഒരു കുഞ്ഞ് ലാപ്ടോപ്പ് ഉണ്ട്. ഞാൻ എന്റെ പഴയ ലൈവ് നോക്കിയിരുന്നു, അത് കറക്റ്റ് ആണെന്ന് കൺഫേം ആക്കാൻ. അപ്പോഴേക്കും സർക്കാരെ വിളിച്ച് ക്ലൂ ചോദിക്കുകയും ചെയ്തു. നീ ഇപ്പൊ നിന്റെ PC-യിലാണ്? അല്ലല്ലോ ഇവന്റെ ലാബ്. അതിന് അയ്യേന്റെ അവിടെയാണ് എസ്എൻജിയുടെ മുമ്പത്തേത്. അതിന് എസ്എൻജിയുടെ പഴയ പോയി. ഇതുണ്ട് ക്യാനുണ്ട് ക്യാനൊക്കെ കൊറേ ഉണ്ട്. എന്തൊരു പറയണത്? ഡ്രൈവർ സീറ്റിൽ കയറണേ. ക്യാൻ അടിച്ചവരെന്നെ അടിച്ചിട്ട് ആരടിക്കുന്നത്? ഇപ്പം വിളിച്ചോ കള്ളന്മാര് സത്യം പറയല്ലേ, ഫുള്ള് കള്ളന്മാര്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഇതാവൂലല്ലേ? നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്ന്. ഡ്രാഗ് ആവൂല. WS നോക്കിയാ വർക്കാവോ? കറങ്ങുമോ ടയറ്? മറ്റേ സ്നാപ്പ് ഓണാക്കിട്ടേക്കാടാ, അതാണ്. കുറച്ചേരം ഞാൻ വരാം, ഉപയോഗിച്ചിട്ട് വരാം. അണ്ണ ഈ ഗൂഗിളിൽ നോക്കുന്നതിന് എന്തെങ്കിലും സീനുണ്ടോ? ഗൂഗിളിൽ നോക്കുന്നതിന് സീനൊന്നുമില്ല. എന്തൊരു സ്നേഹം? പഴയ ഫുഡൊന്നും വാങ്ങിച്ചാലുള്ള ഫുഡ് കഴിച്ചു ചോദിക്കാനുള്ള എന്തൊരു ഫുഡ് വാങ്ങിച്ചില്ല ഇപ്പൊ അതായിട്ട് എന്തിനും എന്താ? ഒന്നുമില്ല, കുറച്ചൊക്കെ പറ്റുന്നൊക്കെ കിടക്കണം. കിടക്കുന്നുണ്ട്, നല്ലോണം കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ത്യാഗങ്ങൾ നമ്മൾ ചെയ്യണം ഇതിന്റെ പാർട്ടായിട്ട്. നല്ലോണം ചെയ്യുന്നുണ്ട്. അയ്യോ
ഞാൻ ജീവിക്കാൻ വേണ്ടി ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്റെ സാക്ഷിയെ നിൽക്കാൻ നമ്മളെ സരക്കെണ്ണാണ് സരക്കുണ്ട് സെറ്റാ. ഒരു 10 കോടി ലോൺ ചോദിച്ചിട്ടുണ്ട്. ഹലോ കേക്കാവോ? കേക്കാം. മുഖ്യമായ ഒരിടത്ത് അടുക്കി വെച്ചിരിക്കുന്ന മൂല്യമുള്ള കടലാസ് കഷ്ണങ്ങളെ സ്ഥാനഭ്രംശം നടത്തി പണക്കാരാവുക. മുഖ്യമായി കിട്ടിയോ? ബ്രോ ലെവല് കൂടിയോ? ആ ലെവല് കൂടിയതാ. ലെവൽ 3 ആണല്ലേ ഇപ്പം? അതെ ലെവൽ 3 ആയി. പറഞ്ഞോ. 2.5. മുഖ്യമായ ഒരിടത്ത് അടുക്കി വെച്ചിരിക്കുന്ന മൂല്യമുള്ള കടലാസ് കഷ്ണങ്ങളെ സ്ഥാനഭ്രംശം നടത്തി പണക്കാരാവുക. അണ്ണ കേറി മനസ്സിലായി കേറി. ബ്ലാക്ക് മണി വയസ്സാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കൊറേ പേപ്പറുകളുടെ കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ പൈസ ഒന്ന് ബാങ്ക് മുഖ്യമായ കടലാസ് മെയിൻ ബാങ്കോ ബ്ലാക്ക് മണി ഇല്ലേ? ബാക്കി എന്തിനാ മുഖ്യമായ കടലാസ്? മൂല്യമുള്ള കടലാസുകളെ നമ്മള് കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണക്കാരനാകാം. അതിനാണ് ബ്ലാക്ക് മണി വാശം ഇങ്ങനെ ഇല്ലേ? മുഖ്യമായിട്ട് അടുക്കി വെച്ചിട്ടല്ലേ? മൂല്യമുള്ള കടലാസുകളെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണക്കാരനാകാം. ക്ലൂ ഒന്ന് കറക്റ്റ് ഒന്നുകൂടി ഇടണേ. മണിന്നല്ലേ അതിന്റെ അർത്ഥം? എന്തായാലും പൈസ റിലേറ്റഡ് ആയിട്ടുള്ളത് ബാങ്ക്, പിന്നെ ഉള്ളത് മണി ടർഫിന്റെ അകത്ത്. മണി ടർഫുമായിരിക്കും. രണ്ടും നോക്കാം. അടുക്കി വെച്ചാലെന്ന് കസിനോ ഇല്ലടാ, ഒരു സ്ഥലത്ത് തന്നെ ഓൾറെഡി പോയില്ലേ അവിടെ. പക്ഷെ അടുക്കി കടലാസ് അവിടെ അടുക്കി വെക്കുന്നത് അടുക്കി വെക്കണ 2 സ്ഥലത്താണ്. ഒന്ന് മറ്റേ നമ്മള് മണി ബ്ലാക്ക് വൈറ്റ് അതല്ലേ അടുക്കി ബാങ്കിൽ അടുക്കി വെച്ചാലും അടുക്കി വെച്ചില്ലേലും കയ്യിരുന്നാലും ഒക്കെ വില ഇല്ലേ? അതെ പോവാ. 2 കൽപ്പിച്ച് പോവാ, പേടിക്കണ്ട നിങ്ങളാരും. പോയി നോക്ക്. ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അത് വരെ പോയിന്റ് വരൂല. നേരെ പോ മെയിൻ ബാങ്കോ. മുഖ്യമായ കടലാസുകളെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമസ്കാരമില്ല. ഇവിടെയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കൂടെ, അകത്തോട്ട് പോവില്ല. മുഖ്യമായ കടലാസുകളെ കറക്റ്റായിട്ട് നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണക്കാരനാകാം. അങ്ങനെയാണോ? ഏകദേശം അങ്ങനെയാണ്. കുറച്ച് മാറ്റമുണ്ട്, എന്നാലും അത് തന്നെയാണ് ഉദ്ദേശം. മൂല്യമുള്ള കടലാസുകളെ ഡോക്യുമെന്റ്സ് ആവാൻ കേട്ടോ, പൈസ ആവണമെന്നില്ല. ഡോക്യുമെന്റ്സ് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല. മൂല്യമുള്ള കടലാസ് എന്ന് പറയുമ്പോ എന്തിനുണ്ട് വേറെ? ഹലോ, അതെ, ഞങ്ങളുടെ ആളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പഞ്ചറായി. നിങ്ങൾ മുമ്പ് നിന്ന ലൊക്കേഷനിലൂടെ തിരിച്ചു പോകാം. നമ്മൾ നേരത്തെ ലൊക്കേഷൻ വരണോ? മെയിൻ ബാങ്ക് തന്നെയാണ്. ശരി. എടാ മെയിൻ ബാങ്ക് ആണ്. അവര് അവിടെ നമ്മള് ആളവിടെ തൊട്ടെത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത്രയും പാടല്ലായിരുന്നു. കണ്ടു 1.5 മണിക്കൂർ